നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDF സർക്കാരിന്റെ കാലത്തെ കഴിഞ്ഞ 10 വർഷത്തെ വിവാദ സംഭവങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് UDF സർക്കാർ. നവകേരള യാത്രയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് മർദ്ദനത്തിൽ നടപടി കടുപ്പിച്ചതിനും സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചതിനും പിന്നാലെ മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് കൂടി കടക്കാനാണ് സർക്കാരിന്റെ നീക്കം. LDF സർക്കാരിന്റെ ഭൂതകാലം തിരിച്ചടിയാകുമോ എന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം വിശകലനങ്ങളുമായിട്ടുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ് ചന്തു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഇടതു സർക്കാരിൻ്റെ ഭരണം, ആ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആ പരിപാടിയിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളത്. അതിനുവേണ്ടി ഒരു SIT രൂപീകരിക്കുകയാണ്. ആ SIT അതിവേഗം അന്വേഷണം നടത്തുന്നു. അതിൽ 5 പ്രതികളുണ്ടെന്ന് പറയുന്നു. ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഒരിടത്ത്. മറ്റൊന്നെന്ന് പറയുന്നത് അതിന് പിന്നാലെ ഉണ്ടായ അക്കാലത്തെ പല സംഭവങ്ങൾ. ഇപ്പം പാറക്കൽ അബ്ദുള്ള നൽകിയ പരാതി, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേന്നാളുണ്ടായ ഒരു ആരോപണമായിരുന്നു, ഒരു വിവാദമായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിൽ അധികം നടപടികളൊന്നും ഉണ്ടായില്ല. അതിൽ തെളിവില്ല എന്ന് പറഞ്ഞ ആ കേസ് എവിടെയൊക്കെയോ എത്തി നിലച്ച മട്ടാണ്. അപ്പം അതിലൊരു പുനരന്വേഷണം വരാൻ പോകുന്നു എന്നറിയുന്നു. അതേപോലെ തന്നെ പല പല കേസുകളിലേക്കും കൂടി കടക്കുകയാണ്. ഇപ്പം കേരയിൽ പദ്ധതി റദ്ദാക്കിയത്, കേരയിൽ വരും കേട്ടോ എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ കേരയിൽ വരില്ല കേട്ടോ എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് തന്നെ പറയുന്നു. അപ്പം ചുരുക്കത്തിൽ ഈ പക പോക്കുകയാണോ UDF സർക്കാർ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് വളരെയധികം ചർച്ചാ വിഷയമായ, അല്ലെങ്കിൽ പ്രതിപക്ഷം ചർച്ചാ വിഷയമാക്കിയ വിഷയങ്ങളിൽ ഒരു പുനരന്വേഷണം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പ്രധാനമായും UDF സർക്കാർ കടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ സർക്കാർ, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് നവകേരള യാത്രയ്ക്കെതിരെ നടന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം, അതിൽ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച നടപടി, അവർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ പോകാൻ പുതിയ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി വിമാനത്തിൽ അടക്കം പ്രതിഷേധമുയർന്നിരുന്നു. അതിൽ ഗുരുതരമായ വകുപ്പ്, വ്യോമയാന വകുപ്പ് കൂടി എടുക്കണമെന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിൽ കേന്ദ്രം വിയോജിപ്പ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ കേന്ദ്രം അനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ കൂടിയ നടപടിയുമായി മുന്നോട്ട് പോകാനായിരുന്നു സംസ്ഥാനം അന്ന് തീരുമാനിച്ചിരുന്നത്. അതിലൊക്കെ പിന്നോട്ട് പോകാൻ ഇപ്പോൾ പുതിയ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും നവകേരള യാത്രയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം, അല്ലെങ്കിൽ പ്രതിഷേധം പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിനൊരു നടപടി, അല്ലെങ്കിൽ അതിൽ കടുത്ത നടപടി, അതിൽ പുതിയ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നടപടികൾ. ഇനി പ്രധാനമായും വലിയ തരത്തിൽ പ്രതിപക്ഷം അന്ന് ചർച്ചാ വിഷയമാക്കിയ വിഷയങ്ങളിലൊന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള കരാർ. അതായത് നൽകാത്ത സേവനത്തിന് തുക നൽകി എന്നതടക്കമുള്ള കരാർ. അതിൽ MLA മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി വരെ പോവുകയും പക്ഷെ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. ഇതിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പുതിയ സർക്കാർ കടക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പല സംഭവങ്ങളും, കേരളയിൽ ഉൾപ്പെടെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ അന്ന് പ്രതിപക്ഷം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോഴും സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ സിൽവർ ലൈൻ ഉപേക്ഷിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. മാത്രമല്ല, വിവിധ സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതി, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം, കരുവന്നൂർ, കണ്ടല ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നടന്ന പരാതികളുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നതായി ഉള്ള ആരോപണം പ്രതിപക്ഷം വലിയ തരത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരം കേസുകളിലേക്ക് ഉള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് കാണേണ്ടതുണ്ട്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ പല കേസുകളും, അല്ലെങ്കിൽ ഏകദേശം എല്ലാ കേസുകളും കഴിഞ്ഞ 10 വർഷത്തെ കേസുകളാണ്. ഇതെല്ലാം കോടതിയിൽ നിലനിൽക്കുകയോ, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരികയോ. അപ്പോൾ പഴയ സർക്കാരിന്റെ കാലത്തെ ഓരോന്നിലും അന്വേഷണങ്ങൾ നടത്തുകയാണ് പുതിയ സർക്കാർ, UDF സർക്കാർ. നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്തത് ഏതായിരിക്കും എന്നുള്ളത്.